അമ്മ എന്തുണ്ട് മീൻ കറി? അല്ലേ. ആദ്യം നമ്മുടെ എന്താ മീൻമുട്ട കത്തിച്ചേ നല്ല ഉച്ചത്തില്ലേ? ആ ആരാണല്ലേ അതേ പോയിട്ട് കൊറേ സമയം എന്താ വരാതുമ്മ? അവര് വെറുതെ വരുന്നുണ്ടാവും. എന്നാ പിന്നെ അങ്ങോട്ട് നടക്കില്ലാണെങ്കിൽ പുറത്തിരിക്കാം. പിള്ളമാർ രണ്ടും കളിക്കാൻ പോയിന്നല്ലോ, എന്താ വരാതുമ്മ? നിങ്ങനെ വേവിലാതിപ്പറ്റുന്ന പിള്ളേർക്ക് കളിക്കാൻ പോണ്ടായ കുഞ്ഞാളിപ്പരം. ഓ അതല്ലേ നാരായണല്ലാതെയും വരുന്നേ. ഓ അച്ഛനമ്മയും നമ്മളെ കാണാനായിട്ട് വേവിലാതി പിടിച്ചിരിക്കുന്നുണ്ടാവും. നീ പ്രിയദർശി ബസ് തന്നെ കാരണം മനസ്സല്ലേ? ഓ എനിക്ക് പ്രിയദർശിനി ബസ് കിട്ടിയിട്ടുമില്ല. നിങ്ങളെ പ്രിയദർശിനി ബസ് തന്നെ കയറി കഴിഞ്ഞാൽ ബാക്കി ബസ്സുകാരെന്നെങ്കിൽ നിങ്ങൾ എത്ര സമയം ഇപ്പൊ പോയിട്ട് എന്റെ അച്ഛനിവിടെ വേവിലാതി പിടിച്ചിരിക്കുന്നു. അച്ഛ ഇവക്ക് ചൈറ്റ് ബസ് കാരണം തിങ്ങ ആടെ നിന്നതാണ്. എന്നാ ഇവക്ക് പൈസ വേണ്ടല്ല. ബസ് കിട്ടിയിട്ടില്ല. അതാ വൈകിയത്. ഇങ്ങോട്ട് അത്രല്ലേ ഇല്ല, നമ്മളെ മാതാ റൂട്ടിൽ അങ്ങനെ ബസ് കുറവല്ലേ പ്രിയദർശിനി ബസ്. നിങ്ങൾ എല്ലാരും ഇങ്ങനെ പ്രിയദർശിനി ബസ്സിൽ നിന്ന് കയറി കഴിഞ്ഞാല് ബാക്കിയുള്ള ബസ്സുകാർ കട്ടപ്പുറത്താവേ. അവർക്കും ജീവിക്കണ്ടേ, അവരും തൊഴിലാളികളല്ലേ. അല്ലെങ്കിൽ കേറി പപ്സ് എടുത്ത് ചോറ് അല്ലേ. മീൻ വാങ്ങിന സാ മത്തി വാങ്ങിന് മത്തി വാങ്ങിന് ചന്തപ്പുര ഇറങ്ങി മത്തി വാങ്ങി. ആദ്യം എനിക്ക് ഓട്ടോ പിടിച്ചു വന്നു. അല്ല കുറെ കൂടെ വൈകട്ടെ അല്ലേ. മത്തിക്കറി ആക്കട്ടോ. മത്തിക്കറി ആക്കട്ടെ, ഞാൻ കറിയാക്കാം. മഴ വരുന്നുണ്ട്. പപ്സ് ഇതാ പപ്സ്. വൈകുന്നേരം ചായക്കൊന്നോ? വൈകുന്നേരം ചായ കൂട്ടിക്കോ. ആ എന്നാ പിന്നെ അങ്ങോട്ട് പോവാച്ചാ കേട്ടാ. വേഗം കറിയാ കിട്ടാന്നാല് നടത്തോ. മത്തി കുറച്ച് വില കുറഞ്ഞു കേട്ടാ. കിലോന് 250. കിലോന് 250. 380 ഇപ്പൊ കുറയുന്നുണ്ട്. ചായര വന്നിട്ട് ചായര വരാൻ തുടങ്ങി കുറയും. സാഗര സാഗര കടപ്പുറത്തൻ ഉത്സവമാ. എന്നാ മത്തിയെന്നാ പിടി പാട്ടും പാടി നടക്കുന്നു. വേക്കാക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട്. നമ്മുടെ കിണർ, നമ്മളിങ്ങോട്ട് കിണറെന്നാ പറയല്. ചിലക്ക് എന്നാ പറയല് മീൻമുട്ട അല്ലേ. മീൻമുട്ട തന്നെ കിണറെന്ന് പറയല്. അപ്പോൾ നമ്മളെ മത്തി ഇതാ കഴുകിയിട്ടല്ലേ. മത്തി ഇതെല്ലാം അപ്പോൾ കഴുകാൻ പോകും. കഴുകട്ടെ ഇതെല്ലാം ഒന്ന് വൃത്തി. ഉപ്പിട്ടിട്ടാണ് കഴുകില്ല അല്ലേ. ചട്ടിയിൽ ഉപ്പിട്ടിട്ടാ നല്ലൊരു ഒര. ഇപ്പോൾ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇത് കുറേ ആയി കിട്ടാതെ അല്ലേ. ഗ്യാസ് ഇവിടെ കത്തുന്ന ചട്ടി വെക്കട്ടാ. എന്നാൽ പിന്നെ നമുക്ക് മീൻ കറി ചേർക്കാം. ആദ്യം ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ മീനിനെ നല്ല വൃത്തി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവകൾ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞത്, 2-3 പച്ചമുളക് അരിഞ്ഞത്, ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില. എന്നല്ല അതേ തുടങ്ങിക്കോ. ഇന്ന് സമയം വൈകിയല്ലേ. ചൂടായാ പഴനൂർ പോയതുകൊണ്ട് സമയം വൈകി. ഇപ്പം ഒരു 1 മണിയാവാനായി. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അല്ല അതാ മിണ്ടാണ്ടിരിക്കുന്നത്. അത് അനക്ക് കൂടുതൽ സൗണ്ട് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവിടെ സൗണ്ട് കുറച്ചിട്ട് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ഉലുവ മൂത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. കൂടി ചെറിയ ഉള്ളി കൂടുതലാണ് എടുത്തത്. മത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളി. കുറച്ച് പച്ചമുളക് എടുക്കാം. ചെറിയുള്ളി നമ്മൾ ഇങ്ങോട്ട് ഉപയോഗിക്കുന്നത് കുറവാണ് അല്ലേ. നമ്മയാണ് അധികം ചെറിയുള്ളി അല്ലേ. ചിലവർ എന്നാലും കുറവാകുന്നു. നമ്മൾ ഇങ്ങോട്ട് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ വലിയ സവാള തന്നെ ഉപയോഗിക്കരുത്. നമ്മളിപ്പോൾ ചെറിയുള്ളി
ഏത് ചെറിയുള്ളി മധുരം കുറവല്ലേ? മറ്റേത് സവാള മധുരം. അവനല്ലാണ്ട് ഇതാണ് നല്ല ഏറ്റവും നല്ല വിറ്റാമിൻ്റെ സാധനം ഇതാണ് ചെറിയുള്ളി. മത്തിക്കറിക്ക് അതുപോലെ തന്നെ ബീഫ് മറ്റേ ചിക്കൻ എല്ലാം ഇതാണ് നല്ലത്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി അരിഞ്ഞത്. ഈ തക്കാളി ഫ്രിഡ്ജിൽ വെക്കല്ലോ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തക്കാളി തണുപ്പിച്ച് ഇതാവുന്നുണ്ട്. കുറേ ദിവസം വെള്ളത്തിലിട്ട് നോക്കണം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് തക്കാളിക്ക് മുമ്പേ ഇടാം. അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളിയെല്ലാം ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഈ പൊടികൾ ചേർക്കാം അല്ലേ? ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുറവാണ്. ഈ മുളക് പൊടി കാശ്മീർ ചില്ലിയാണ്, കുറച്ച് കൂടുതൽ ഇടാം. അപ്പോൾ നമ്മുടെ മസാല പച്ചമണൽ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വാളംപുളി വെള്ളം ഒഴിക്കുന്നത്. വാളംപുളി അല്ലേ? നമ്മുടെ പുളി വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവ മതിയാ? കുറച്ച് ചാറാക്കുന്നില്ലേ? ലേശം ചൂടുവെള്ളം ഒഴിച്ചോ. അപ്പോൾ നമ്മുടെ മസാല നല്ല വൃത്തി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തിയിട്ട് കൊടുക്കാം. ഇത് മുക്കിത്താട്ട് മസാലയിൽ പിന്നെ ഇളക്കാൻ പറ്റൂല. അപ്പോൾ നമ്മുടെ മത്തി മസാല കിടന്ന് പോകട്ടെ. അപ്പം നമ്മുടെ കറി എന്തായി നോക്കട്ടെ. കുറച്ച് സമയം ആയിട്ടുണ്ട്. ബന്ധു അല്ലേ? അതിന് കുറച്ച് കറിവേപ്പില ഇട്ടു. അല്ലല്ലാതെ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടാ മതി മതി മതി. കറിവേപ്പിലൊക്കെ ക്ഷാമൊന്നുമില്ലല്ലോ. പിന്നെ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഓഫാക്കി വെക്കാം. ഒന്നും ചെറുങ്ങും തിളക്കട്ടെ അല്ലേ? അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുതൽ സമയം വെക്കുന്നില്ല. അച്ഛൻ നമുക്ക് കൊണ്ട് കൊടുക്കട്ടെ. ഇത് കുറച്ച് സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കുറുകുവേ. നമുക്ക് ഒരിക്കോ ചാറ് വയ്ക്കും. എന്നാൽ പിന്നെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. അച്ഛൻ കഴിച്ചു അമ്മ. ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിക്കൂല, ഞാൻ പോകേണ്ട കഴിക്കൂല എന്തായാലും. അച്ഛാ കഴിച്ചിട്ടല്ല? ഇതാ കറി റെഡി. ഓ ഇന്ന് കറി ഇഷ്ടം പോലെ ആയല്ല. മീൻ കറി ഉണ്ട്, ചക്കക്കുരു കുറവായി, എടുത്ത സാമ്പാറായി, കുറേ കറി ഉണ്ട്. അച്ഛാ കണക്കിതല്ല അച്ഛൻ തന്നില്ലേ ചക്കക്കുരു കുറവ്? ചക്കക്കുരു കുറവ് അച്ഛൻ തന്നില്ല എനിക്ക്. അച്ഛനൊക്കെ ചക്കക്കുരു കുറവ് വന്നിട്ടുണ്ട്. മീൻകറി ഓക്കെ? അമ്മ എന്തുണ്ട് മീൻകറി? നല്ല തന്നെ. അച്ഛൻ കൊണ്ട് കുറച്ച് ചാറാക്കി. അച്ഛൻ കൊണ്ട് കറി എന്തെയാ? അപ്പോൾ അച്ഛനമ്മയും ചോറ് കഴിക്കുന്നുണ്ടേ. എനക്ക് ഇതാ ചക്കക്കുരു കുറവ് വന്നിട്ടുണ്ട് അമ്മ. എന്നാ പിന്നെ ഞാനും കഴിക്കട്ടെ കേട്ടോ. വിശക്കാൻ തുടങ്ങി. അപ്പോൾ നക്ഷത്രത്തിൽ ഞാനും ചോറ് കഴിക്കാൻ തുടങ്ങി. നക്ഷത്ര ഇതാ, നക്ഷത്രക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മീൻമുട്ട എണറ്. നമ്മളിങ്ങോട്ട് എണറ് എന്നാ പറയില്ല അല്ലേ? രസൂടാ നക്ഷത്രേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ നമ്മുടെ മീൻകറി, മത്തിക്കറി അല്ലേ? വിളമ്പന്നാൽ നല്ല ഇപ്പം കുറച്ചും കൂടി കുറുകിയല്ലേ? സാറ് വെച്ച്
നല്ല കറി. നഷ്ടത്തെ കൊടുക്ക്. ആദ്യം നമ്മുടെ എന്താ മീൻ ചാറ് ചോറിലിട്ടൊന്ന് നല്ലോണം കുഴക്കുക. നല്ല കറി കേട്ടോ. നമ്മൾ അണർമത്തിയുടെ ഒരു പീസ് ഇതാ ഇങ്ങനെ ചോറിൽ വെക്കുക. പിന്നെ ചോറും ആ മത്തി എല്ലാം കൂടി ഇതാ. നമ്മുടെ ഇതാ മീൻമുട്ട കുറച്ച് ചോറ് ഇടുക. അത് മാത്രമേ ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഒന്നും പറയാനില്ല. ഇപ്പം മത്തിയായിട്ട് വാങ്ങിക്കോ. മത്തി കുറച്ച് വില കുറവുണ്ട്. നല്ല അണർ മത്തിയാണ് കേട്ടോ. മത്തി കറിയാക്കാം. നമ്മൾ അണർ ഇങ്ങനെയാക്കാം. നമ്മൾ ചക്കക്കുരു, നമ്മളെ പ്രിയപ്പെട്ട സാധനം ചക്കക്കുരു, കുറച്ച് മത്തിയുടെ ചാറ് എല്ലാം കൂടി മിക്സാക്കിയിട്ട് എന്നാൽ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ. ജാതിയെല്ലാം കഴിക്കണം അത്ര. ഓക്കെ. വർഷം താറ്റോട്ടെ. ഓക്കെ.